ഭാനു പറയുന്നുണ്ട്, സൂര്യേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് ഹോസ്പിറ്റലിൽ മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യേട്ടന്റെ പേരെഴുതിയതും ഇന്നലെ നടന്ന പൂജകളുണ്ടായ കാര്യങ്ങളെല്ലാം ഭാവനേച്ചിയെ നന്നായിട്ട് തളർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാവണം ചേച്ചി ആരോടും പറയാതെ, സൂര്യേട്ടനോട് പോലും പറയാതെ ആ വീട് വിട്ട് ഇറങ്ങിയത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാകും. പോട്ടെ ഭാവന, ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കലങ്ങി തെളിയും. അതുവരേക്കും നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നൂടെ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഭാവന, സോറി സൂര്യ, ഞാൻ അപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ പറയാം. പോട്ടെ, എല്ലാം എനിക്ക് മനസ്സിലാകുന്ന സൂര്യ പറയാൻ കേട്ടോ. ഇനി എന്തെങ്കിലും മനസ്സുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം, എങ്കിലേ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാണ്. ശേഷം ഗായത്രി സൂര്യക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും അടുക്കളയിലേക്ക് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ്. അവിടെ മാനസ ഫോൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭാവനെ. പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആ സമയത്താണ് ജയനിർമ്മല അതുവഴി വരുന്നത്. അവരിത് കാണുകയാണ്. മോളെ, നീ ആരെ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മാനസ പറയുന്നത്, ഞാൻ ഭാവനയൊന്ന് വിളിച്ചത്, പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആന്റി. നീ എന്തിനാ വെറുതെ അവളെ വിളിക്കാൻ പോയത്? ആരോടും പറയാതെ ഇറങ്ങി പോയതല്ലേ, ഇനി അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ ജയ. അപ്പോൾ മാനസ ചോദിക്കുന്നുണ്ട്, എന്താ ആന്റി ഇത്? ഭാവന ഇല്ലാതെ സൂര്യ എങ്ങാനും ഈ വീട്ടിൽ നിൽക്കുമോ? അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട്, അവൾ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ, അതിനു മുൻപും അവൻ ഈ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഭാവനയുടെ ഭർത്താവല്ലേ സൂര്യ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയ പറയുന്നുണ്ട്, വെറുതെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യ ആകണ്ടേ? ഒരു അമ്മയാവാൻ കഴിയില്ലാത്ത ഒരുത്തിയാണോ എന്റെ മോന്റെ ഭാര്യയാകേണ്ടത്? അപ്പോൾ മാനസ പറയുന്നുണ്ട്, അതിനല്ലേ ആന്റി നമ്മൾ ഇങ്ങനെ ഒരു പരിഹാരം ചെയ്തത്. പക്ഷെ നിന്റെ സ്ഥാനത്ത് അവളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ജയ ചോദിക്കുകയാണ്. മറ്റൊരു സ്ത്രീയും ചെയ്യാൻ തയ്യാറാവാത്താണ് മോള് ചെയ്തത്. ഇത് കൊടുക്കുന്ന ദേവൻ വരെയാണ്. അപ്പോൾ ഭാവനയുടെ അനിയത്തി ഭാമ ചെയ്യാൻ തീരുമാനിച്ചത്. അവൾ ഭാവനക്ക് ചുമ്മാ മോഹം കുറെ കൊടുത്തിട്ട് അവൾ ഗർഭിണിയായിരുന്നില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ദേവനും ജയയും തമ്മിൽ വഴക്കാവാൻ കേട്ടോ. ആ സമയത്താണ് ജയയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അത് അജയനായിരുന്നു കേട്ടോ. ജയ വേഗം ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്യാണ്. പക്ഷെ ദേവനെല്ലാം കാണുന്നുണ്ടായിരുന്നു. അത് അജയനല്ല. നീ ഇപ്പോഴും അവനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. പിന്നെ എന്തിനാണ് അവൻ എന്റെ ഫോണിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ദേവൻ. അത് പിന്നെ ചോദിക്കാതിരിക്കോ? അവന്റെ മകളല്ലേ ഈ വീട്ടിൽ നിൽക്കുന്നത്. സൂര്യ ഇങ്ങ് വന്നോട്ടെ, ഇതിനെന്താ പരിഹാരം ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. മാനസയുടെ അച്ഛൻ എന്നുള്ള പരിഗണന മാത്രം ഉള്ളത് കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കിയേനെ എന്നൊക്കെ ദേവൻ പറയാണ്. എല്ലാം കേൾക്കുന്ന മാനസികം ഭയങ്കര ദേഷ്യമാവാൻ കേട്ടോ. ഭാവനയുടെ കുഞ്ഞിനെ ക്രൂരമായിട്ട് കൊന്നതാണ് എന്റെ അച്ഛൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യില്ല എന്നും പറയാണ്. അപ്പോൾ ദേവൻ പറയുന്നത്, കണ്ടോ, ഇവൾക്കുള്ള സ്നേഹം പോലും നിനക്ക് ഭാവനയോട് ഇല്ലല്ലോ. ഈ വീട്ടിലെ വീട്ടമ്മയാണ് നീ. എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്തു തീർക്കേണ്ട ആളാണ്. പക്ഷെ ഇവിടെ രണ്ട് മുഖമാണ് നിനക്ക്. നീ ചെയ്യുന്നതെല്ലാം ജയിക്കണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. നീ സൂക്ഷിക്കോ, അല്ലെങ്കിൽ നിനക്ക് തന്നെ തോൽവി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൻ വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഭാവനയോട് ചോദിക്കുന്നത്, നീ അപ്പോൾ എന്റെ കൂടെ വരുന്നില്ല അല്ലേ? ഇല്ല സൂര്യ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. എന്റെ മനസ്സും ശരീരവും ഒന്ന് ശരിയാകട്ടെ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇപ്പോൾ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് മാനസക്ക് ഒരു കുറവും വരാൻ പാടില്ല. മാനസക്ക് ആവശ്യമുള്ളതെല്ലാം സൂര്യ വേണം കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ. ഇല്ലെങ്കിൽ അവസാന പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ ചോദിക്കുമ്പോൾ ഒരു പക്ഷെ അവൾക്ക് തരാൻ ബുദ്ധിമുട്ട് കാണും എന്ന് പറയാൻ സൂര്യ ചോദിക്കുകയാണ്. അതെങ്ങനെ എവിടുത്തെ ന്യായമാണ്? അത് നമ്മുടെ കുഞ്ഞല്ലേ. അങ്ങനെ ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടാകാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സൂര്യയോട് ഇങ്ങനെ പറയുന്നത് എന്ന് ഭാവന പറയാൻ കേട്ടോ. പിന്നീട് ഭാവനയോട് യാത്ര പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധനെയും അജയനെയും. അനിരുദ്ധൻ പൊട്ടിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത്. ഭാവന ഇപ്പോൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് പോയി. ഇനി ഒരിക്കലും ഭാവന സൂര്യയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. അതിനുള്ള വഴി വേണം ഇനി നമ്മൾ കാണാൻ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കാൻ അജയൻ. അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, നീ ജയനിർമ്മലയെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയായാലും നിന്നോട് പൂർണ്ണമായിട്ട് അങ്ങ് പിണങ്ങി നിൽക്കാൻ അവൾക്ക് കഴിയില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും നീ ജയനിർമ്മലയെ സ്വാധീനിക്കണം എന്നൊക്കെ പറയാണ്. അവസാനം നിന്റെ മകൾ നിന്റെ അടുത്തേക്ക് തന്നെ വരും, പക്ഷെ ഒപ്പം സൂര്യയും ഉണ്ടാകണം. അതിനുള്ള വഴി വേണം ഇനി നമ്മൾ ചിന്തിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ്. അവിടെ ജയനിർമ്മല നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് മാനസയുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് കുടിക്കേ, നല്ലതുപോലെ ആരോഗ്യമില്ലെങ്കിൽ ഡോക്ടർ എന്നെ ആയിരിക്കും വഴക്ക് പറയുക. മോൾ ഇത് കുടിച്ചേ എന്ന് പറഞ്ഞ് മാനസയെ നിർബന്ധിച്ച് കുടിപ്പിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ആന്റി സൂര്യയെ കണ്ടില്ലല്ലോ. അപ്പോൾ ജയ പറയുന്നുണ്ട്, അവളിനി അവളെയും ആനയിച്ച് ഇങ്ങ് കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടല്ലേ അവൻ പോയിരിക്കുന്നത്, നാണമില്ലാത്തവൻ എന്നൊക്കെ പറയാണ്. ആന്റി അങ്ങനെയൊന്നും പറയല്ലേ എന്ന് മാനസ പറയാം. പറയട്ടെ മാനസ എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ അങ്ങോട്ട് കയറി വരുന്നത്. അമ്മക്ക് എന്തായാലും സന്തോഷമായല്ലോ. ഇനി എന്തായാലും ഭാവന ഇങ്ങോട്ടേക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ്. അതിന് ഞാൻ അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞോ എന്ന് ചോദിക്കട്ടെ ജയ. അമ്മ പറഞ്ഞില്ലെങ്കിൽ എന്തിനാ? അവളെ ഒരു ശത്രുവിനെ പോലെയല്ല അമ്മ എന്നും കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഞാൻ അവളെ എന്റെ മരുമകളാക്കിയത് എന്ന് ജയ ചോദിക്കാൻ. അമ്മ മരുമകളാക്കിയതല്ലോ, ഞാനല്ലേ താലി കെട്ടി അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കല്യാണം എങ്ങനെ നടന്നത് എന്ന് അമ്മക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഒരുവിധം എല്ലാം ശരിയായി സന്തോഷിച്ചു വന്നപ്പോൾ അമ്മ തന്നെ വീണ്ടും അതിൽ ഇടങ്കോലിട്ടാൻ തുടങ്ങി. അപ്പോൾ ജയ ചോദിക്കുന്നതിന്, ഞാൻ എന്ത് പറഞ്ഞൂടാ? ഇന്നലെ ഞാൻ അല്പം വഴക്ക് പറഞ്ഞതാണോ? അമ്മേ, ഒരു തല്ലു കൊണ്ടാൽ ചിലപ്പോൾ സഹിച്ചെന്ന് വരും. പക്ഷെ അതുപോലല്ല വഴക്ക് പറയുന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അവൾ ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും പിടിച്ചു നിന്നത്. ഇപ്പോൾ അവൾക്ക് തന്നെ എല്ലാം മതിയായി.
അമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് ഭാവന എങ്ങനെയാണ് അമ്മയെ നോക്കിയത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ജയ പറയുന്നത് സാഹചര്യം വരുമ്പോൾ മനുഷ്യർ പരസ്പരം സഹായിക്കുന്നത് സാധാരണയാണ്. ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടില്ല മാനസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളോട് അല്പം കെയറിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു. അത് അവൾക്ക് പറ്റി കാണില്ല. അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ജയ. പിന്നീട് സൂര്യ മാനസിയോട് പറയുന്നു, മാനസെ എന്റെ അമ്മയുടെ മനസ്സിലിരിപ്പിൽ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇതിനു മുൻപ് നീ കണ്ട ആളാണ് ഇപ്പോൾ കാണുന്നത് അല്ലല്ലോ. അതുകൊണ്ട് നീയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് സൂര്യദേശത്തോട് കൂടി മുകളിലേക്ക് കയറി പോവാൻ കേട്ടോ. നീ അവര് പറയുന്നതൊന്നും കാര്യമാക്കേണ്ട മോളെ. അവനെ ഭാവന തിരിച്ച് വീട്ടിൽ വരാത്തതിനുള്ള ദേഷ്യമാണ്. അതവൻ എന്റെ കാര്യവും പറഞ്ഞ് തീർക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ജയ. പിന്നീട് മാനസ മുറിയിലേക്ക് ജയ ദേഷ്യത്തോട് നോക്കിയിട്ട് അങ്ങ് പോവാൻ കേട്ടോ. ജയ ആകട്ടെ ആകെ അന്താളിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം ഭാവനയാകട്ടെ അകത്ത് കയറി ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് മാറി നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് അവൾക്കും എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്. തല ചുറ്റുന്നത് പോലെയൊക്കെ ഭാവനയ്ക്ക് ഫീൽ ചെയ്യാൻ കേട്ടോ. അവൾ പതിയെ ചുമര് പിടിച്ചുകൊണ്ട് അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേ പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിന് മുൻപ് തന്നെ അവൾക്ക് കണ്ണിൽ ഇരുട്ട് അടയ്ക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ഫീലിങ്ങോട് കൂടിയിട്ട് താഴെ വീഴാൻ കേട്ടോ. ഇത് കണ്ട് ഗായത്രി അവിടെ കൂടി വരികയാണ്. ഭാവന മോളെ എന്താ നിനക്ക് പറ്റിയേ? ഇങ്ങനെ പറഞ്ഞ് അവിടേക്ക് വന്നതോ ഭാവന വീണ് കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അയ്യോ ഭാവന, സേതു, മായേ എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കാൻ കേട്ടോ ഗായത്രി. അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സേതു മായൊക്കെ ഓടി വരികയാണ്. ഈശ്വര, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? ഒരു സ്വസ്ഥതയും സമാധാനവും അവൾക്ക് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ പതിവില്ലാത്ത കാര്യങ്ങളും കൂടി കാണുന്നത്. എന്ത് പറ്റി എൻ്റെ മോൾക്ക്? മായ ഒന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ടെൻഷൻ അടിക്കാതെ, ഭാവന ഒന്നും കഴിച്ചിട്ടില്ലല്ലോ രാവിലെ, അതുകൊണ്ടായിരിക്കും. ആ പൂജ കഴിഞ്ഞതിന് ശേഷം അവൾ ആകെ അസ്വസ്ഥതയല്ലേ, വേണമെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും അമ്മേ. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം സേതുട്ട എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സേതുവും ഗായത്രിയും മായയും കൂടിയും ഭാവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഒരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കേട്ടോ. അതേസമയം സൂര്യയുടെ വീട്ടിലാകട്ടെ ജയനിർമ്മല മാനസയോട് എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് മാനസ നന്നായി പുതച്ച് ഉറങ്ങാണ്. ജയ വിളിച്ചിട്ടൊന്നും അവൾ എഴുന്നേൽക്കുന്നില്ല കേട്ടോ. മോളെ മാനസേ എഴുന്നേൽക്ക്, വാ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ മാനസ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ഒരുപാട് തട്ടി മുഖത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ മാനസ എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവരാകെ പേടിക്കാണ്. സൂര്യയെ വിളിക്കാണ്ട്, സൂര്യ ഓടി വാ, മാനസ മോൾ എഴുന്നേൽക്കുന്നില്ല. ജയയുടെ വിളി കേട്ട് സൂര്യ അവിടെ ഓടിത്തുന്നുണ്ട്. എന്ത് പറ്റിയമ്മ, എന്താ പ്രശ്നം? എന്താണെന്ന് അറിയില്ല മോനെ, മാനസ മോൾ കണ്ണ് തുറക്കുന്നില്ല. ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി, എനിക്കാകെ പേടിയാവുകയാണ്. വാ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാം, അവളെ എടുക്കുക എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സൂര്യ മാനസയെ വാരിയെടുക്കുകയാണ് കേട്ടോ ബെഡിൽ നിന്നും. എന്നിട്ട് വണ്ടിയിൽ കൊണ്ടുവച്ച് അവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അതേസമയം ഭാവനയെ ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ കേട്ടോ. ഭാവനയായിട്ട് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവരൊന്നും പറയുന്നില്ല കേട്ടോ. സീരിയസ് ആയിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നിൽക്കുന്ന ഗായത്രിയും സേതുവുമായി ആവട്ടെ ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്താണ് ഡോക്ടറൊന്നും പറഞ്ഞില്ല, പുറത്തേക്കും കണ്ടില്ല, ഈശ്വര എന്ത് പറ്റിയാവോ എൻ്റെ മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഭാവന ഡോക്ടർ ചോദിക്കുന്നു, ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാവന എന്താ ഭക്ഷണം കഴിക്കാറില്ലേ, വെള്ളം കുടിക്കലൊക്കെ കുറവാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ കഴിക്കാറുണ്ട് ഡോക്ടർ, ഇപ്പോൾ അല്പം കുറവാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ട്രിപ്പ് ഇടൂ എന്ന് പറയാട്ടോ നഴ്സിനോട്. അങ്ങനെ നഴ്സ് ഭാവനയ്ക്ക് ട്രിപ്പ് ഇടുന്നുണ്ട്. പിന്നീട് ഭാവനയോട് ഡോക്ടർ പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല ഭാവന, സാധാരണ മെഡിക്കൽ റിപ്പോർട്ടുകൾക്കൊക്കെ അതീതമായിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ നടക്കാറുണ്ട് ഭാവന. അപ്പോൾ ഭാവന സംശയത്തോടു കൂടി ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഡോക്ടർ എന്താണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. മുൻപ് ഭാവന ഗർഭിണിയായിരുന്ന സമയത്തല്ലേ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. പിന്നീട് ഒരിക്കലും അമ്മയാകില്ല എന്നും ഡോക്ടർ വിധി എഴുതിയിരുന്നു അല്ലേ. പക്ഷെ ഇപ്പോൾ അതിനെയെല്ലാം കടന്നുകൊണ്ട് വീണ്ടും ഭാവന ഒരു അമ്മയാകാൻ പോവുകയാണ് എന്ന് പറയാൻ കേട്ടോ ഡോക്ടർ. ഇത് കേട്ടതും ഭാവന ആകെ ഷോക്കാവാൻ കേട്ടോ. അവൾക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. ഈശ്വര, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണല്ലോ എനിക്ക് തന്നത്. ഒരുപാട് നന്ദിയുണ്ട് ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവൾ ആദ്യം ദൈവത്തെ തന്നെ കൈകൂപ്പിക്കൊണ്ട് നന്ദി പറയാൻ കേട്ടോ. അതേസമയം മാനസയും കൊണ്ട് സൂര്യയും ജയനിർമ്മലയൊക്കെ ഹോസ്പിറ്റലിലാണ് കേട്ടോ. മാനസയും ഡോക്ടർ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നിൽക്കുന്ന ജയക്ക് ആകെ ടെൻഷൻ ആവാൻ കേട്ടോ. എന്ത് പറ്റിയാവോ മാനസയ്ക്ക്? സൂര്യ പറയുന്നുണ്ട്, എന്ത് പറ്റാൻ, അവളുടെ മനസ്സിന് നല്ല ടെൻഷൻ കാണും. അമ്മ തന്നെയല്ലേ എല്ലാത്തിനും കാരണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അമ്മ തന്നെയാണ്. ഇനിയിപ്പോൾ നീ എന്നെ പറയടാ, എന്ത് സംഭവിച്ചാലും അതെല്ലാം എൻ്റെ തലയിലേക്കല്ലേ അവസാനം എത്തുക. അങ്ങനെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ ചെയ്യാം. അതേസമയം ഭാവനയ്ക്ക് സൂര്യയെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ ഫോൺ എടുത്ത് സൂര്യയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സൂര്യ ഫോണിൽ കിട്ടുന്നില്ല കേട്ടോ. ഡോക്ടർ പുറത്തേക്ക് വരുന്നതും കണ്ടിട്ട് ഗായത്രി മായും സേതു എല്ലാം ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഡോക്ടർ എന്ത് പറ്റി, എൻ്റെ മുക്ക് എന്താ പ്രശ്നം, അവൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഡോക്ടർ പറയുന്നു, നിങ്ങളെല്ലാവരും ഇങ്ങനെ ടെൻഷൻ ആവാതെ, അതിനു മാത്രം കാര്യമൊന്നുമില്ല, എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആശ്ചര്യത്തോടു കൂടി നോക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറുടെ മുഖത്തേക്ക്. അതെ, ഭാവന വീണ്ടും ഒരു അമ്മയാകാൻ പോവുകയാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗായത്രിയും മായും സേതുവും എല്ലാവരും സന്തോഷിക്കാൻ കേട്ടോ. ഈശ്വര, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അവർ മുഖം പൊത്തിക്കൊണ്ട് ചിരിക്കാൻ കേട്ടോ ഗായത്രി. സേതു പറയുന്നുണ്ട്, അമ്മേ എന്തായാലും നല്ല സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടത്.
ഭാവന മാനസികപരമായിട്ട് ആകെ തകർന്നു നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഈശ്വരൻ കൊടുത്തല്ലേ. ഇന്നലെ കൂടി വല്യച്ഛൻ പറഞ്ഞിട്ടേ ഉള്ളൂ, എല്ലാം സംഭവിക്കുന്നത് ഒരു പക്ഷെ നല്ലതിനായിരിക്കും. ദൈവം അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തില്ല, ഇതിനെല്ലാം അവസാനം ഒരു നല്ല വാർത്ത തന്നെ ഉണ്ടാകുമെന്ന്. ഈശ്വര, അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. നമുക്ക് എന്തായാലും സൂര്യയെ വിളിച്ച് പറയേണ്ട അമ്മയെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഗായത്രി പറയണേ, പിന്നെ പറയാതെ നീ വേഗം സൂര്യകുഞ്ഞിനെ വിളിച്ച് പറയേ എന്ന് പറയാം കേട്ടോ. അങ്ങനെ സേതു ഫോൺ എടുത്തിട്ട് സൂര്യക്ക് വിളിക്കുകയാണ്.